ഓപ്പൺ AI പ്രോഗ്രാമറായിരുന്ന സുജിൻ ബാലാജിയുടെ മരണം. 2018 സുജിർ ബാലാജി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പഠിക്കുന്നതിനിടയിൽ ഓപ്പൺ AIയിലേക്ക് ഇന്റേൺഷിപ്പിനായിട്ട് പോകുന്നത്. അവിടുന്ന് വൈകാതെ തന്നെ 2020 അദ്ദേഹം ഓപ്പൺ AIയുടെ ഒഫീഷ്യൽ എംപ്ലോയി ആയിട്ട് മാറി. ന്യൂറൽ നെറ്റ്വർക്സ് ആയിരുന്നു സുജിർ ബാലാജിയുടെ ഇഷ്ട മേഖല. ChatGPT ഫൗണ്ടിംഗ് ടീം മെമ്പേഴ്സിൽ ഒരാളായിരുന്നു സുജിർ ബാലാജി. GPT-4 ഡെവലപ്മെന്റ് വരെ അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് AIയുടെ ഡേഞ്ചേഴ്സ് മനസ്സിലാക്കിയതിനു ശേഷം സ്പെസിഫിക്കലി AI മോഡൽ ട്രെയിൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഡാറ്റ കുറേയേറെ മനുഷ്യരുടെ പ്രൈവസി ലംഘിച്ചിട്ടുള്ള ഒരുപാട് കോപ്പിറൈറ്റ് വയലേഷൻസ് നടത്തിയിട്ടാണ് ഈ ഡാറ്റ എടുക്കുന്നത്. സോ AI കൊടുക്കുന്ന ആ ഒരു ത്രെട്ട് എടുത്തിട്ട് 2024 ഓഗസ്റ്റിൽ ഓപ്പൺ AIയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. അതിനുശേഷം പബ്ലിക്കായിട്ട് ആദ്യമായി കമ്പനികൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. തുടർന്ന് ഈ വിവരങ്ങൾ ഒരു എക്സ്പോസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ചു. അത് പങ്കുവച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതൊരു സൂയിസൈഡ് മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കണം എന്നാണ് എലോൺ മസ്ക് അടക്കം ടെക് ലോകത്തെ പലരും പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഉപകാരങ്ങൾക്കിടയിൽ ഇതുപോലുള്ള സുജിർ ബാലാജിമാർ ഉണ്ടാവാതിരിക്കട്ടെ.